ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരു ചെടിയാണല്ലേ. ഇതാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ചെടി. ഇത് നിങ്ങൾക്കറിയാമല്ലോ, 3 കളറിലെ ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാകുന്നത്. ആദ്യത്തെ ദിവസം നമുക്ക് നല്ല വയലറ്റ് കളറിലെ പൂക്കളുണ്ടാകും. അതിനുശേഷം പിറ്റേ ദിവസം ഇത് ലൈറ്റ് പിങ്ക് കളറിലോട്ട് മാറും. അവസാനം നല്ല പ്യുവർ വൈറ്റ് കളറായിട്ടാണ്, ഇതൊക്കെ വൈറ്റാണ്, വൈറ്റ് കളറിലായിട്ട് ഇത് കൊഴിഞ്ഞു പോകും. അങ്ങനെ 3 കളറിലെ പൂക്കളാണ് ഈ ചെടിക്ക് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഹൈബ്രിഡ് ചെടിയാണ്. ഈ ഹൈബ്രിഡ് ചെടിക്ക് മണമില്ല. നമ്മുടെ നാടൻ യെസ്റ്റർഡേ ടുഡേ ടുമാറോയ്ക്ക് നല്ല മണമാണ്. പക്ഷെ അത് സീസണിലാണ്, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പൂക്കത്തുള്ളൂ. അതേസമയം നമ്മുടെ ഹൈബ്രിഡ് ചെടിയാണെങ്കിൽ അത് നിറയെ ഇറുങ്ങൽ പിടിച്ചിപ്പോൾ ഇത് അത്ര ഇറുങ്ങൽ പിടിച്ചെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഒരു കൊലയൊക്കെയാണിത്. നിറയെ പൂക്കളങ്ങുണ്ടാകും ഹൈബ്രിഡിന്. പക്ഷേ അതിന് മണമില്ല. മണമുള്ള നാടൻ ഇനമാണെങ്കിൽ പറയാൻ വയ്യ, അത്രയ്ക്ക് നല്ല സുഗന്ധമാണ് ഇതിന്, നല്ല മണമാണ്. വലിയ ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. വെട്ടി ഒതുക്കി നമുക്ക് ചെടിച്ചട്ടിയിലും മറ്റും വളർത്തുകയും ചെയ്യാം. ഞാനിത് ചെടിച്ചട്ടിയിലാണ് ഒരു 20 ഇഞ്ച് വലിയ പോട്ടിലാണ് നട്ടിരിക്കുന്നത്. കുറച്ച് വലുതാക്കി വളർത്തുന്നതാണ് എനിക്കിഷ്ടം. എനിക്കെപ്പോഴും മിനിയേച്ചർ ടൈപ്പിനെക്കാട്ടി ഇഷ്ടം വലിയ ചെടികളാണ്. അതുകൊണ്ട് ഞാൻ വലിയ പോട്ടിലാണ്, കുറച്ച് വലുതായിട്ട് നടാം എന്ന് വെച്ചിട്ട് വലിയ പോട്ടിലാണ് വളർത്തിയിരിക്കുന്നത്. ഈ നിൽക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്, വൈകിട്ട് വരെയും വെയിലാണ്. അതുകൊണ്ട് ഞാൻ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കുടയുടെ നിഴലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അല്ലേ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്നത്. ശരിയല്ലേ കൂട്ടുകാരെ? നല്ല രസമില്ലേ എൻ്റെ ഈ ചെടിയും പൂവൊക്കെ കാണാൻ?